ഈ എസ് എ ആറിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ബീഹാറിൽ ഇത്രയും വാർത്തകൾ വന്നു കഴിഞ്ഞ 2 മാസത്തിനിടയിൽ. എന്തെല്ലാം തരം വാർത്തകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബീഹാർ ഒരു സ്പെസിമിനായി ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും അങ്ങനെ ഭയക്കേണ്ടി വരില്ല. 2 സംസ്ഥാനങ്ങളും എന്താണ് കുറേ കൂടി പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ആളുകൾ വിജിലൻ്റാണ്, രാഷ്ട്രീയ പാർട്ടികൾ വിജിലൻ്റാണ്. അതുകൊണ്ട് ബീഹാറിൽ നടന്നതൊന്നും ഇവിടെ നടക്കില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഉദാഹരണം, തൃശ്ശൂർ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ അങ്ങനെ ആശ്വസിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ രാഷ്ട്രീയ പാർട്ടികൾ സ്ട്രോങ് ആണ്, ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ പ്രവർത്തകരൊക്കെ ഉള്ളതാണ്. എന്നിട്ട് തൃശ്ശൂരിൽ അട്ടിമറി നടന്നു. എസ് എ ആറിൻ്റെ ഒരു തുടക്കമാണ് അത് വേണമെങ്കിൽ പറയാം. കാരണം വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി ഭരണാധികാരി അറിയിച്ചിട്ടും അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ അതിൽ കൂടുതൽ ക്രമക്കേടുകളാണ് ഉണ്ടായിട്ടുള്ളത്, കൂടുതൽ വോട്ട് ചേർക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അന്ന് ഭരണാധികാരി സ്വീകരിച്ച നിലപാട് എന്താണ്? വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്യട്ടെ എന്നാണ്. അതായത് വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ഗ്രന്ഥമായി ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഇലക്ഷൻ നിയമങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ അധികാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു എന്നിരിക്കും, പിന്നെ അതിന് ലീഗലി ചലഞ്ച് ചെയ്യാനൊന്നും പറ്റുമെന്നില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എസ് ഐ ആറിനെ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പേടിച്ചേ മതിയാകൂ. കാരണം വോട്ടർ പട്ടിക, അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം ഇത് അങ്ങനെയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, ഞങ്ങൾ ചേർത്ത വോട്ടല്ല, ഇത് വേറെ വോട്ടുകളുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കരട് വോട്ടർ പട്ടിക വരുമ്പോൾ അത് പരിശോധിക്കുക, അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിയുമ്പോൾ അതിലും പ്രശ്നമാണെങ്കിൽ പിന്നെ ഇവിടെ പോയി പറയാനാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് ആ വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടത്താനേ പറ്റുള്ളൂ. അതുകൊണ്ട് എസ് ഐ ആർ പ്രോസസ്സിനെ ബീഹാറിൽ ഭയക്കണമെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഭയന്നേ മതിയാകും. ഇപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളും തമിഴ്നാടും കേരളവും ഇതിനെ എതിർക്കുന്നുണ്ട്, എസ് എ ആറിനെ എതിർക്കുന്നുണ്ട്, രാഷ്ട്രീയമായി എതിർക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഓൾ പാർട്ടി മീറ്റിങ്ങിൽ BJPയും AIDMKയും പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് അവർ പങ്കെടുക്കില്ല, അവർ എസ് എ ആറിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പാർട്ടികളാണ്. അതിൽ രസകരമായ കാര്യം TVK, വിജയുടെ പാർട്ടി അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. വിജയുടെ പാർട്ടി പറയുന്നത്, നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ, കേരള അസംബ്ലി യുനാനിമസ് ആയിട്ടൊരു പ്രമേയം പാസ്സാക്കി, എന്തുകൊണ്ട് DMK അത് പാസ്സാക്കുന്നില്ല? DMK ഇത് അവരുടെ താല്പര്യത്തിന് വേണ്ടി കളിക്കുകയാണെന്ന് പറഞ്ഞാൽ TVK ആ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ നിന്ന് വിട്ടുവെക്കുകയാണ് ചെയ്തത്. അതേസമയം തമിഴ്നാട് എന്ത് ചെയ്യുന്നു? തമിഴ്നാട് അവർ സുപ്രീം കോടതി സമീപിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ നിലവിൽ ഓൺഗോയിങ്, ഇപ്പോൾ നാളെ ആ കേസ് പരിഗണിക്കുകയാണ്. നാളെ 4-ാം തീയതിയാണ്, നാളെ ഈ കേസ് പരിഗണിക്കുകയാണ്. 5-ാം തീയതി 6-ാം തീയതി അതിൻ്റെ 2ാമത്തെ ദിവസം ബീഹാറിൽ വോട്ട് നടക്കാൻ പോവുകയാണ്, ഫസ്റ്റ് ഫേസ് പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നാളെ സുപ്രീം കോടതി ഈ കാര്യത്തിൽ എന്ത് പറയുന്നുള്ളത് വളരെ നിർണായകമാണ്. ആ ഉള്ള വോട്ടർ പട്ടിക വെച്ചിട്ട് നടക്കട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയിൽ പിന്നെ ആ കേസിൽ പിന്നെ പോയിട്ട് കേരളത്തിനോ തമിഴ്നാടിനോ പോയി കക്ഷി ചേർന്നിട്ടും കാര്യമില്ല, വേറെ ഫ്രഷ് ആയിട്ടൊരു കേസ് കൊണ്ടുവരും. ഒന്ന്. അപ്പോൾ തമിഴ്നാട് പറഞ്ഞ് ഞങ്ങൾ ലീഗലി ചലഞ്ച് ചെയ്യും, എസ് ഐ ആർ വർക്കിംഗ് ക്ലാസ് അധ്വാന വർഗ്ഗത്തിൻ്റെ വോട്ട് വെട്ടിമാറ്റാനുള്ള BJPയുടെ പണിയാണെന്ന് പരസ്യമായി DMK പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ഭയക്കണം കേരളത്തെക്കാൾ കൂടുതൽ. കാരണം തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ എത്രമാത്രം പേർക്ക് ഇതേക്കുറിച്ച് ബോധമുണ്ടാകും, അവരുടെ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർക്ക് പറ്റും എന്ന് പറയുമ്പോൾ DMK അത് കുറേ കൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. DMK എന്ത് ചെയ്യുന്നു? DMKയുടെ പാർട്ടി പ്രവർത്തകർക്ക് അവർ പ്രത്യേകമായ ട്രെയിനിങ് കൊടുക്കുകയാണ്, എസ് ഐ ആർ പ്രോസസ്സിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഈ പറയുന്ന ബീഹാർ മോഡൽ തമിഴ്നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വിജിലൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം തമിഴ്നാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. DMKയുടെ കേഡേഴ്സിനെ വിളിച്ചു വരുത്തി, ഓരോ ബൂത്ത് ലെവലിലും കേഡേഴ്സിനെ വിളിച്ചു വരുത്തി അവർ ട്രെയിനിങ് കൊടുക്കുകയാണ്. എങ്ങനെ വോട്ട് ചേർക്കുന്നത്, ഈ കള്ളവോട്ട് ചേർക്കുന്നത് തടയാം, അതുപോലെ വോട്ട് വെട്ടിമാറ്റുന്നത് തടയാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരതിന് നിയമപരമായും സാങ്കേതികമായും അതിനെ നേരിടാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളത്തിലേക്ക് വരിക. കേരളം രാഷ്ട്രീയമായി അതിനെ എതിർക്കുന്നുണ്ട്, അത് UDF LDF എതിർക്കുന്നുണ്ട്, BJP മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു നിയമവഴിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല, സർക്കാരിന് ഉത്തരമില്ല. കോൺഗ്രസും ആ നിയമവഴിക്ക് പോകണമെന്ന് കോൺഗ്രസും പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ വാർഡിലെ അവസ്ഥ ഞാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ എനിക്ക് വോട്ടുണ്ടോ? ഞാൻ 2002 വോട്ടുള്ള ആളാണ്, 2002 വോട്ടർ പട്ടികയിൽ എനിക്ക് വോട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വോട്ട് ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഞാൻ BLO ആരാണ് എന്നറിയാൻ വേണ്ടി ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുമ്പോൾ 2 പേര് കൊടുത്തിട്ടുണ്ട്. അടുത്തുള്ള ബൂത്തിൽ, ആ ബൂത്ത് സ്കൂളാണ്, സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ ഒരു ജീവനക്കാരിയുമാണ് അവിടുത്തെ BLOമാർ 2 ബൂത്തുകളിൽ. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അവരുടെ പേരതിലുണ്ട്, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് അവർ BLO ആണെന്ന് അറിയില്ല. നാളെ SIR പ്രോസസ്സ് തുടങ്ങുകയാണ്. ഇന്നലെ ഞാൻ ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ വീണ്ടും കൺഫേം ചെയ്തു, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം വിളിച്ചിട്ട് ചോദിച്ചു ഇവരാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല, അവർക്കതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കണം എന്നുള്ളൊരു പ്രത്യക്ഷ സൂചനയാണിത്.